ഹലോ, അപ്പോൾ നമുക്കിന്നൊരു ന്യൂ ഇയർ കാഴ്ചയായാലോ? ഞങ്ങൾ ന്യൂ ഇയർ നൈറ്റിൽ പോയത് തലശ്ശേരി ധർമ്മടം ബീച്ചിലേക്കാണ്. തലശ്ശേരി ടൗണിലൊക്കെ നല്ല തിരക്കായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അത് കാണാൻ കഴിയും. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൂത്തുപറമ്പിൽ നിന്ന് വിടുമ്പോൾ കൂത്തുപറമ്പ് നഗരം ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. തലശ്ശേരിയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് ന്യൂ ഇയർ ആഘോഷിക്കാൻ ഒരുപാട് ജനങ്ങൾ. ശരിക്കു പറഞ്ഞാൽ തലശ്ശേരി ജനതയാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എന്ന് നമുക്ക് കണ്ടാൽ തോന്നും. കുട്ടികളുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ധർമ്മടം ബീച്ചിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ബീച്ചിലേക്ക് പോകുമ്പോഴേ അറിയാമായിരുന്നു അവിടെ നല്ല തിരക്കായിരിക്കുമെന്ന്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു. വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വണ്ടി ഒരുപാട് ദൂരെ പാർക്ക് ചെയ്താണ് ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു. വാഹനങ്ങളുടെ ബ്ലോക്ക് കണ്ടിട്ട് ചിലരൊക്കെ പകുതിക്ക് വെച്ച് തന്നെ തിരിച്ചു പോകുന്നുമുണ്ടായിരുന്നു. ന്യൂ ഇയർ ആഘോഷിക്കാൻ അധിക പേരും ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ബീച്ച് തന്നെയാണ്. ബീച്ചിലേക്ക് കയറാൻ നമ്മൾക്ക് ഒരാൾക്ക് 50 രൂപ എൻട്രി ഫീസ് കൊടുക്കണം. ഇവിടെ പലതരം റൈഡുകളുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ പേടി തോന്നും. അത്രയ്ക്ക് സ്പീഡിലും തലങ്ങും വിലങ്ങും ഒക്കെയാണ് ഇതൊക്കെ കറങ്ങുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു റൈഡ് മാത്രമാണ് കുറച്ചെങ്കിലും നമുക്ക് സേഫ്റ്റി ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആഗ്രഹം പറഞ്ഞപ്പോൾ അവർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്തു. നമുക്കൊന്നും ഇതിലൊന്നും കയറാനേ പറ്റില്ല. കാരണം എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ തലചുറ്റൽ വരുന്നുണ്ട്. നമുക്ക് ചെറുപ്പകാലത്തൊക്കെ ഉള്ളതുപോലെ അല്ലല്ലോ. കുട്ടികൾക്കൊക്കെ ഇത് രസമല്ലേ. പക്ഷെ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കുട്ടികളുടെ ആ സന്തോഷവും നമ്മളത് നോക്കി നിൽക്കുമ്പോഴുള്ള നമ്മുടെ ഒരു സന്തോഷവും ശരിക്കത് നമ്മളത് പോയിട്ട് അറിയുക വേണം. ഇതുപോലെയുള്ള റൈഡുകളൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ പെട്ടെന്ന് കയറി പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ എല്ലാത്തിലും നമുക്കൊരു മടി വരാറില്ലേ. കുട്ടികളുടെ ഒരു മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള റൈഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വരേണ്ടത്. ഇവിടെയുള്ള മറ്റൊരു കാഴ്ച ആകാശത്തൊട്ടിലാണ്. കൂടാതെ ആ വലിയ തോണി അതൊക്കെയുണ്ട്. പക്ഷെ ഈ സംഭവമാണ് കേട്ടോ ഞങ്ങൾ മൊത്തത്തിൽ ഞെട്ടിയത്. കാരണം ഇതിൽ കയറുമ്പോൾ തന്നെ അറിയാം എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അതിൽ കയറാൻ ഒരു മടിയായി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടാൽ തന്നെ മനസ്സിലാവും. ഭയങ്കരം തന്നെയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് തലചുറ്റും. ആൾക്കാരൊക്കെ ഭയങ്കര കൂവി വിളിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റ് ഞങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ചില കുട്ടികൾക്ക് തലചുറ്റി. പിന്നെ കുറേ ആൾക്കാർ അത് ഓഫാക്കാൻ പറഞ്ഞിട്ടാണ് അവരത് ഓഫാക്കിയത്. കാരണം അത്രയ്ക്കും നമുക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നും കാണുമ്പോൾ. പക്ഷേ ഇതിൽ കയറുന്നവർക്കതൊരു ഹരമായിരിക്കും. നമുക്ക് തോന്നിയൊരു ഫീലാണ് നമ്മൾ പറഞ്ഞത്. ഇതുപോലെയുള്ള റൈഡുകളിൽ കയറുന്നത് കുഴപ്പമില്ല. പക്ഷേ അതിന് എത്രമാത്രം സേഫ്റ്റി ഉണ്ടെന്ന് കൂടി ആലോചിക്കണം. കാരണം ഒരു ബെൽറ്റോ ഒന്നും കണ്ടില്ല. ആൾക്കാർ അത് പിടിച്ചിരുന്ന് ഇല്ലെങ്കിൽ തെറിച്ചു പോകുന്ന ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടും. ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയി ആൾക്കാരുടെ ഇങ്ങനെയുള്ള കളികളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിയും വരും. പക്ഷേ ഉള്ളിലൊരു ടെൻഷനും ഉണ്ടാവും. അങ്ങനെ ന്യൂ ഇയറിൻ്റെ പൊട്ടാസൊക്കെ അവിടെ നിന്ന് തന്നെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. ഇതിലൊന്ന് കയറിയാലോ എന്ന് ആലോചിച്ച നമ്മുടെ മക്കൾ ഇത് കണ്ടപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഈ റൈഡൊക്കെ കാണുമ്പോൾ ചിലതൊക്കെ പഴക്കമുള്ളതാണെന്നും തോന്നുന്നു. നമുക്ക് തോന്നിയതായിരിക്കും കേട്ടോ. അങ്ങനെ ന്യൂ ഇയറിൻ്റെ പടക്കമൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചപ്പോൾ അവിടെയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്കിൽ നിന്നും ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു. നല്ല ഫുൾ ബ്ലോക്ക് ആകുമ്പോഴല്ലേ. ബലൂണേ കാണുന്നുള്ളൂ. ബലൂണ് മാത്രം.
അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. കഴിഞ്ഞിട്ടില്ല.